അത്യുന്നതനായ സർവശക്തനായ സകലത്തിൻ്റെയും മധ്യവനായ സർവാധിപനായ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വചനം നിങ്ങളിപ്പോൾ കേൾക്കാൻ ഇടവരുന്നത്. അത് നിൻ്റെ ഹൃദയവിശുദ്ധി, ഹൃദയ നൈർമല്യത ദൈവം കാണുന്നു. അവൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയ സഹോദര, സഹോദരി, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. അവൻ നിന്റെ മധ്യേ ഉണ്ട്. നീ ഒറ്റയ്ക്കല്ല. ജീവിതത്തിൻ്റെ പടുകുഴിയിൽ, പരാജയത്തിൻ്റെ പടുകുഴിയിൽ നീ ഒറ്റപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ നിന്നെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ ഇട്ടിട്ട് പോകുന്നവനല്ല. ദൈവം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ഇതാ നിന്നോട് കൂടെയുണ്ട്. മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ ഉയർത്തും. നീ ഒരു അനുഗ്രഹമായി തീരും. കഴിഞ്ഞുപോയ കാലങ്ങളിൽ സംഭവിച്ചുപോയ പാപങ്ങൾ, തിന്മകൾ, അബദ്ധങ്ങളൊക്കെ പശ്ചാത്തപിച്ച് യേശുവിനോട് നീ ഏറ്റുപറഞ്ഞാൽ യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. അവൻ അത്ഭുതങ്ങളുടെ രാജാവാകുന്നു. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം നീ സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന് ദൈവം നിനക്ക് വാഗ്ദാനം നൽകുന്നു. വിലകെട്ടവയെ ഉപേക്ഷിച്ചാൽ നീ എനിക്ക് ബഹുമാനിനും പ്രിയങ്കരനും വിലപ്പെട്ടവനുമാകുമെന്ന് ദൈവവചനം പറയുന്നു. നീ വിലകെട്ടവയെ ഉപേക്ഷിച്ചാൽ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനുമാകും. നീ എൻ്റെ നാഹു പോലെയാകുമെന്ന്. അതായത് നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. നിൻ്റെ യാചന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തും. നിനക്ക് അസാധ്യമായി ഒന്നും ഉണ്ടാവില്ല. നിനക്കെല്ലാം സാധിക്കും. കാരണം നീ എൻ്റെ നാവ് പോലെയാകുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാവ് പോലെ നീ ആയിത്തീരും. നിനക്ക് അസാധ്യമായ ഒന്നും ഉണ്ടാവില്ല. ഇതിനായി ചെയ്യേണ്ടത് വിശുദ്ധിയിൽ ജീവിക്കണം. വിലകെട്ടവയെല്ലാം ഒഴിവാക്കണം. എങ്കിൽ വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട്. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ദൈവത്തിൻ്റെ വചനം ആണ് സത്യം. അതുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉണർന്ന് പ്രക്ഷോഭിക്കുക. ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായവരാണ്. അവിടെ നിൻ്റെ സകല ആവശ്യങ്ങളെക്കാൾ മതിയായ ദൈവമാണ്. വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട്. വിലകെട്ടവയെല്ലാം ഒഴിവാക്കി സദ്വചനങ്ങൾ മാത്രം നമുക്ക് സംസാരിക്കാം, തീരുമാനമെടുക്കാം. ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമായി തീരുമെന്ന് ദൃഢനിശ്ചയമെടുക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. തീർച്ചയായും ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആമേൻ.